Hi everyone, welcome back to yet another video of Nutshell Lines. Today I am going to deal with the poem Mending Shoes written by E.V. Ramakrishnan. Let's learn this particular poem in a nutshell. Once again, welcome to the video. So straightly I am moving to the poem Mending Shoes. The cobbler sits under the neem, mending shoes, humming to himself, unmindful of the day coming to a close. ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയിറ്റ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ സ്പീക്കർ ഓഫ് ദി പോയം നമുക്ക് തരുന്ന ഐഡിയ എന്ന് പറയുന്നത് ദർ ഈസ് എ പിക്ചർ ഓഫ് എ കോബ്ലർ. ഒരു കോബ്ലറുണ്ട്. ഹി സിറ്റ്സ് അണ്ടർ ദ നീം, അതായത് നീം മരത്തിൻ്റെ അടിയിലാണ് ഈ ഒരു കോബ്ലർ ഇരിക്കുന്നത്. ഹീസ് മെൻഡിങ് ഷൂസ് ഹമ്മിങ് ടു ഹിംസെൽഫ്. അയാൾ തൻ്റെ കയ്യിലുള്ള ഷൂസ് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് മെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എന്താ ചെയ്യുന്നത്? ഹമ്മിങ് ടു ഹിംസെൽഫ്. അയാൾ തനിയെ ചെയ്യുന്നുണ്ട്, മൂളിപ്പാട്ട് പാടുന്നുണ്ട്. അൺമൈൻഡ്ഫുൾ ഓഫ് ദി ഡേ കമ്മിങ് ടു എ ക്ലോസ്. അതായത് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാറായി. അതായത് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ചെരുപ്പ് കുത്തിയുടെ ഈ ഒരു ചെരുപ്പ് നന്നാക്കുന്ന ഈ ജോലി അതതിൻ്റെ അവസാനത്തിലേക്ക്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേയിലേക്ക് വരികയാണ്. I watch his elegant hands weave in and out of my tattered shoes. അപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ ആ ഒരു ഷൂസാണ്, പെയർ ഓഫ് ഷൂസാണ് ഈ കോബ്ലറിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ നോക്കുകയാണ് എന്താണ് ഇയാൾ ചെയ്യുന്നത്. ഹീ വാച്ച് ഹിസ് എലഗൻറ്റ് ഹാൻഡ്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൈകൾ വീവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മൈ ടാറ്റഡ് ഷൂസ്. എൻ്റെ കീറിപ്പറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ നശിഞ്ഞ് ജീർണിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഷൂസിനെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ എലഗൻറ്റ് ഹാൻഡ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൈകൾ കൊണ്ട് അയാൾ നെയ്തെടുക്കുകയാണ്. ദ പാൻ ഷോപ്പ് റേഡിയോ സ്പ്ലട്ടേഴ്സ് ഇൻ ടു സഡൻ ലൈഫ്. Gorbachev has resigned. Yeltsin assumes control of the Commonwealth. പിന്നെ പെട്ടെന്ന് അതിനടുത്തുള്ള ഒരു പാൻ ഷോപ്പ്, പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പാൻ വിൽക്കുന്ന ഷോപ്പിൽ അവിടുത്തെ റേഡിയോയിൽ നിന്നൊരു ശബ്ദം, ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. എന്താണത്? ഗോർബച്ചേവ് ഹാസ് റിസൈൻഡ്, യെറ്റ്സിൻ അസ്യൂംസ് കൺട്രോൾ ഓഫ് ദി കോമൺവെൽത്ത്. അതായത് ഗോർബച്ചേവ് എന്ന് പറയുന്ന അവിടുത്തെ റൂളർ, അതായത് ഹി വാസ് എ സോവിയറ്റ് ആൻഡ് റഷ്യൻ പൊളിറ്റീഷ്യൻ ഹു സെർവ്ഡ് ആസ് ദി ലാസ്റ്റ് ലീഡർ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ ലീഡറായിരുന്നു ഗോർബച്ചേവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1985 to 1991 വരെയാണ്. അപ്പോൾ 1991 അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയാണ്, ലീഡർഷിപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അനൗൺസ്മെൻ്റ് ആണ് ആ റേഡിയോയിലൂടെ പുറത്തേക്ക് വരുന്നത്. പ്ലസ് വേറൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. യെറ്റ്സിൻ അസ്യൂംസ് കൺട്രോൾ ഓഫ് ദി കോമൺവെൽത്ത്. യെറ്റ്സിൻ എന്ന് പറയുന്നത് ബോറിസ് യെറ്റ്സിൻ ആണ്. ബോറിസ് യെറ്റ്സിൻ എന്ന് പറയുന്നത് ഹീ സെർവ്ഡ് ആസ് ദി പ്രസിഡൻറ്റ് ഓഫ് റഷ്യ ഫ്രം 1991 to 1991 തൊട്ട് ഗോർബച്ചേവിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം റഷ്യ ഭരിച്ചിരുന്നത് ബോറിസ് യെറ്റ്സിനാണ്. അപ്പോൾ ഹിസ്റ്ററിയും കൂടിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റേഡിയോയിൽ നിന്ന് തൻ്റെ ഷൂസ് ഇങ്ങനെ നെയ്യുന്ന ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോയിലൂടെ ഈ അനൗൺസ്മെൻറ്റ് നമ്മുടെ സ്പീക്കർ ഓഫ് ദി പോയം അയാൾ കേൾക്കുകയാണ്. ദി കോബ്ലർ ത്രെഡ്സ് ദ ഫ്രെയ്ഡ് എൻഡ്സ് ഓഫ് വോൺ ഔട്ട് ജോയിൻറ്റ്സ്. കോബ്ലർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ത്രെഡ്സ് വെച്ചിട്ട് ഫ്രെയ്ഡ് എന്ന് പറയുന്നത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ ഈ ഒരു എൻഡിങ് ഇങ്ങനെ വോൺ ചെയ്യുകയാണ്, അതായത് നെയ്തെടുക്കുകയാണ്. He restores a sense of shape to the ruins of my journeys from the plains to Deccan to the palm shade of my village. അയാൾ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഹി റീസ്റ്റോഴ്സ്, അതായത് വീണ്ടെടുക്കുകയാണ്. എ സെൻസ് ഓഫ് ഷേപ്പ് ടു ദ റൂയിൻസ് ഓഫ് മൈ ജേർണീസ് ഫ്രം ദി പ്ലെയിൻസ് ഓഫ് ഡെക്കാൻ ടു ദ പാം ഷെയ്ഡ് ഓഫ് മൈ വില്ലേജ്. അതായത് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് അയാളൊരു യാത്ര നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഇതൊരു ട്രാവലറാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് നാളത്തെ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊടുവിലാണ് അദ്ദേഹം ഈ വില്ലേജിലേക്ക് വരുന്നത്. അപ്പം തൻ്റെ ഷൂസിനെ ഷേപ്പ് ചെയ്യുകയാണ്. അത് തൻ്റെ ജേണി എന്ന് പറയുന്നത് പ്ലെയിൻസ് ഓഫ് ഡെക്കാൻ, അതായത് ഡെക്കാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേറ്റു ഇൻ സദേൺ ഇന്ത്യ. അവിടം തൊട്ട് തൻ്റെ പാം ഷെയ്ഡ് ഓഫ് മൈ വില്ലേജ്, എൻ്റെ ഹോംലാൻഡിലുള്ള ഈ വില്ലേജിലുള്ള ഈ പാം ട്രീസിൻ്റെ ഷെയ്ഡിൻ്റെ
ഇവിടം വരെയുള്ള ജേണി അയാൾ റീസ്റ്റോർ ചെയ്യുകയാണ്. വിച്ച് മീൻസ് വീണ്ടും അദ്ദേഹം ഈ ലൈഫിനെ തന്നെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഷൂ എന്ന് പറയുന്നത് ലൈഫ് തന്നെയാണ്. അതായത് ഇത്ര നാളുള്ള ജേണി ആകെ ആ ഒരു ജേണി ടോട്ടലായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇയാൾ ഈ ഒരു കോബ്ലർ മെൻഡ് ചെയ്തെടുക്കുകയാണ്. ഐ എം ഗ്ലാഡ് ഹി ഹാസ് ഗിവൻ മൈ ട്രെസ്പാസസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ട്രെസ്പാസസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പീക്കറുടെ മിസ്റ്റേക്സാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റാണ്. അതെല്ലാം ഈ കോബ്ലർ ഇങ്ങനെ ഷൂസിലൂടെ മെനഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ നെയ്തെടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഇവൻറ്റ്സ് സ്പീക്കർ ഓർത്തെടുക്കുകയാണ് പല കാര്യങ്ങളിലും. Through the tip of his needle, the highways of the homeland are stitched back into a map of return journeys ready for use. അദ്ദേഹത്തിൻ്റെ ആ ഒരു നീഡിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് ദ ഹൈവേസ് ഓഫ് ദി ഹോംലാൻഡ്, എൻ്റെ നേറ്റീവ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ നേറ്റീവ് പ്ലേസിൻ്റെ ആ ഒരു ഹൈവേസ് അല്ലെങ്കിൽ ആ ഒരു യാത്രകൾ അതെല്ലാം അയാൾ എന്ത് ചെയ്യാണ്, ഒരു മാപ്പ് എന്ന പോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ആർ സ്റ്റിച്ച്ഡ് ബാക്ക് ഇൻ ടു എ മാപ്പ്. അതായത് കീറിപ്പറഞ്ഞ എൻ്റെ ഷൂസ് ബാക്ക് ടു നോർമലിലേക്ക് റിട്ടേൺ ജേർണീസിലേക്ക് കൊണ്ടുവരുന്ന പോലെ അയാൾ കൊണ്ടുവരികയാണ്. ആൻഡ് ഇറ്റ്സ് നൗ റെഡി ഫോർ യൂസ്. അത് ഇപ്പം വളരെ മനോഹരമായി കൊണ്ടിരിക്കുന്നു, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൂവിങ് ടു തേർഡ് സ്റ്റാൻസ. നൗ ദ ഷൂസ് ബിലോങ് ടു ദ റോഡ്. ഇനി കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഷൂസ് നമുക്കിനി റോഡിലേക്ക് ഇറക്കാം, നമുക്ക് ഷൂസ് യൂസ് ചെയ്ത് തുടങ്ങാം. ടു ദ വേഗറീസ് ഓഫ് ദ വെദർ. അതായത് വേഗറീസ് മീൻസ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ദ വെദർ. അതായത് കാലാവസ്ഥ ഒന്നും നമ്മളിനി നോക്കണ്ട, എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു യൂസ് ആണ്, നമുക്ക് നമ്മുടെ ഷൂസ് റെഡി ആയിട്ടുണ്ട്. ദ ക്ലാമർ ഓഫ് ക്രോസ് സക്സ് അപ്പ് ദ ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് ഡേ ലൈറ്റ്. അപ്പോൾ ഇവിടെ ക്ലാമർ ഓഫ് ക്രോസ് എന്ന് പറയുന്നത് ഒരു നോയ്സാണ്, അതായത് ഇങ്ങനെ കാക്കകൾ ഒച്ചെടുക്കുകയാണ്. ആൻഡ് ഇറ്റ് സക്സ് അപ്പ് ദ ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് ഡേ ലൈറ്റ്. അതായത് ഡേ ലൈറ്റ് അവസാനിക്കാറായി, അതായത് ഒരു ദിവസത്തിൻ്റെ എൻഡിങ്ങിലേക്ക് പോവുകയാണ്, ഈവനിങ്ങിലേക്ക് പോവുകയാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്, അതായത് ആ ഈവനിങ്ങിൻ്റെ ഇത് കാണിക്കാനായിട്ടാണ് കാക്കകൾ ഒച്ചെടുക്കുന്നു എന്ന് പറയുന്നത്. As he gets up to leave, he looks into shimmering lights of this port city. അപ്പോൾ നമ്മുടെ കോബ്ലർ അവിടെ നിന്ന് എണീക്കുവാണ്. ആൻഡ് ഹി ലുക്സ് ഇൻ ടു ദ ഷിമ്മറിങ് ലൈറ്റ്സ് ഓഫ് ദിസ് പോർട്ട് സിറ്റി. അയാൾ തൻ്റെ ഈ ഒരു സിറ്റിയിലുള്ള ഈ ഒരു ഷിമ്മറിങ് ലൈറ്റ്സ്, അതായത് ഗ്ലോയിങ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു വെട്ടം, ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹം വീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് സമ്മൺ എബൌട്ട് ടു റിനൗൺസ് ദ വേൾഡ്. അതായത് എന്തോ ഒന്ന് അവസാനിപ്പിക്കാൻ പോകുന്ന ഒരാളെപ്പോലെ. റിനൗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഗിവ് അപ്പ് എന്ന്, അവസാനിപ്പിക്കുക. വിച്ച് മീൻസ് ഹീസ് ആക്ച്വലി ഇറ്റ്സ് എ ടൈം ടു സ്റ്റോപ്പ് ഹിസ് വർക്ക്. അയാളുടെ വർക്ക് അവസാനിപ്പിക്കുന്ന സമയമായി. അപ്പോൾ ആ സമയം ഒപ്പിച്ചു കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് എണീക്കുവാണ്. ലൈക്ക് സമ്മൺ ഹൂ റിനൗൺസ് ദ വേൾഡ്. ഈ ലോകത്തോട് എന്തോ വിട പറയുന്ന ഒരാളെപ്പോലെ, എന്തോ നിർത്തലാക്കാൻ പോകുന്ന ആളെപ്പോലെ. He knows at this very hour someone is stepping into history with the prescience of a new pair of shoes. അപ്പോൾ നമ്മുടെ കോബ്ലറിന് ഒരു കാര്യം വ്യക്തമാണ്, ഇനി അടുത്ത മണിക്കൂർ മുതൽ at this very hour someone is stepping into history. പുതിയ ആളുകൾ, പുതിയ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ ലീഡേഴ്സ്, പുതിയൊരു ലീഡർ റഷ്യയ്ക്ക് കിട്ടുകയാണ്. സ്റ്റെപ്പിംഗ് ഇൻ ടു ഹിസ്റ്ററി വിത്ത് ദ പ്രിസൈൻസ് ഓഫ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അതായത് പ്രിസൈൻസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഫോർസൈറ്റ്, അതായത് ദീർഘവീക്ഷണത്തോടുകൂടി അടുത്ത ഒരു പോരാളി അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്താണ്, തൻ്റെ പുതിയ ഷൂസുമായിട്ട് ഹിസ്റ്ററിയിലേക്ക് കാല് വയ്ക്കുകയാണ് എന്ന് കോബ്ലറിന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയറ്റ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പോം വി ക്യാൻ സേ ഇത് നമുക്കൊരു 3 സ്റ്റാൻസേഴ്സ് ആണ്. ബോത്ത് ബ്ലെൻഡിങ് ഓഫ് ഹിസ്റ്ററി ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു പോയറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട് ഓഫ് ദി പോം. സോ when comes to the analysis part, first I would like to share the details regarding themes. സോ ഫസ്റ്റ് തീം ഈസ് ലൈഫ്. ഇവിടെ പറയുന്നത് ജേണി ഓഫ് ലൈഫാണ്. അതായത് പോയറ്റിൻ്റെ ലൈഫിലെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും പറയുന്നുണ്ട്. വിച്ച് മീൻസ് ടു റീസ്റ്റോർ ലൈഫ്. അതായത് ലൈഫിൽ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പല കാര്യങ്ങൾ നേടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഹി ആക്ച്വലി നൗ റിട്ടേൺ ബാക്ക് ടു ഹിസ് നേറ്റീവ് ലാൻഡ്. അദ്ദേഹത്തിൻ്റെ
പുതിയ ലോകത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജനിച്ച പഴയ ലോകത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. സോ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പാസ്റ്റ് ഉണ്ടാവാം, പ്രസൻറ്റ് ഉണ്ടാവാം, നെഗറ്റീവ്സ് ഉണ്ടാവാം, പോസിറ്റീവ്സ് ഉണ്ടാവാം. പക്ഷേ വി ആക്ച്വലി വോണ്ട്സ് ടു റീസ്റ്റോർ ലൈഫ്. ഒരിക്കലും നമ്മുടെ ലൈഫ് അതുകൊണ്ട് എൻഡ് ചെയ്യുന്നില്ല. വി ആർ ആക്ച്വലി റീസ്റ്റോർ അവർ ലൈഫ്. നമ്മുടെ ലൈഫിനെ നമ്മൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സോ ഇവിടെ ആ ഒരു ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് പോയിറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ക്യാൻ സേ the gist of history here, that is we can say the socio-political events happening in the world. അതായത് ഈ ഒരു പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ റഷ്യയിലെ ആ ഒരു ലീഡേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമല്ല, പ്ലസ് വി ക്യാൻ സീ എ ബ്ലെൻഡ് ഓഫ് സോഷ്യോ-പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. ആ സമയത്ത് നടന്നിരുന്ന ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം തന്നെയാണ് പോയിറ്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് പോയിൻറ്റ് ഈസ് ഹോപ്പ്. അതായത് പുതിയ ആളുകൾ വരുമ്പം ഇനി പുതിയ പെയർ ഓഫ് ഷൂസ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വിച്ച് മീൻസ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കൺട്രിയുടെ പുതിയ ടേംസ് ആൻഡ് പോളിസീസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഷൂ മെൻറ്റ് ചെയ്യുന്നതിലൂടെ ലൈഫിലേക്കുള്ളൊരു ഹോപ്പാണ്. അതായത് തൻ്റെ ജേണീസ് അവസാനിച്ച് താൻ പഴയ സ്ഥലത്തെത്തി, തൻ്റെ നേറ്റീവ് ലാൻഡിൽ എത്തിയെങ്കിലും ഇനിയും താൻ പോകുന്നു, ഇനിയും ഏതോ വലിയ യാത്രകൾ താൻ കടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു സിഗ്നിഫിക്കൻസ് നമ്മുടെ പോയിറ്റ് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ആ സ്പീക്കറിൻ്റെ വേർഡ്സിൽ നിന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നതൊന്നാണ്. സോ വി ക്യാൻ സീ ദർ ഈസ് എ ഹോപ്പ്. അത് ഹിസ്റ്ററിയുടെ ബേസിലാണെങ്കിലും അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ ഹോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ റെസ്റ്റോറേഷൻ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടു റീസ്റ്റോർ ചെയ്യുക ലൈഫിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അത് ഹിസ്റ്ററിയിലാണെങ്കിൽ പുതിയ ലീഡേഴ്സ് വരുന്നു, പുതിയ ആളുകൾ വരുന്നു. അപ്പോൾ പുതിയ തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൺട്രിയിലുണ്ടാവാം. പ്ലസ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫ് അത് നമ്മൾ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് തന്നെ. പിന്നെ നമ്മൾ പറയുന്നത് റിസൈലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റായിട്ട്, നേരത്തെ പറഞ്ഞ പോയിൻ്റായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ദെൻ ബ്ലെൻഡിങ് ഓഫ് പേഴ്സണൽ ലൈഫ് ആൻഡ് ഹിസ്റ്ററി, അതും ഞാൻ നേരത്തെ പറഞ്ഞാണ്. പേഴ്സണൽ ലൈഫും ഹിസ്റ്ററി ആയിട്ട് ഇതൊരു ബ്ലെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ റിസൈലൻസ് എന്ന് പറയുന്നത് വി ക്യാൻ സേ ആൻ എബിലിറ്റി ടു അഡാപ്റ്റ് ആൻഡ് ഓവർകം ചലഞ്ചസ്. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും, ഇപ്പം സ്പീക്കർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഷൂ ഇങ്ങനെ നശിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒത്തിരി ലോകം കണ്ട ഷൂസാണ് അത് അയാളിരുന്ന് നെയ്യുമ്പോൾ തൻ്റെ എന്താ പറയുക, താൻ ഇത്ര നാൾ നടത്തിയ ജേണീസ് അയാൾക്ക് ഓർമ്മ വരുന്നുണ്ട്, അയാളൊരു മാപ്പ് പോലെ അത് നെയ്തെടുക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മുടെ ലൈഫിൽ ഈ ഷൂസ് പോലെ തന്നെ കീർപ്പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഷാറ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നശിഞ്ഞു പോകുന്ന ഡീക്കേയിങ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷേ ഇതെല്ലാം നമ്മൾ വീണ്ടെടുക്കുക. കാരണം ഇതെല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും നമ്മളതിനെ ബോദർ ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മുടെ ഇനിയുള്ള പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി അലേർട്ടായിരിക്കുക. നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ പാസ്റ്റിൽ നടന്ന കാര്യവും ഇന്നിപ്പോൾ എന്തൊക്കെ സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്താ പറയുക, ബോധം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സ്പീക്കർ ഇവിടെ പറയുന്നത്. സോ വി ഷുഡ് മെയിൻറ്റെയിൻ ദ എബിലിറ്റി ടു അഡാപ്റ്റ് ആൻഡ് ഓവർകം ചലഞ്ചസ്. ലൈഫിൽ വരുന്ന ചലഞ്ചസും പ്രോബ്ലംസൊക്കെ നമ്മൾ എന്താ പറയുക, അഡാപ്റ്റ് ചെയ്യുക. അതാണ് റിസൈലൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ബ്ലെൻഡിങ് ഓഫ് പേഴ്സണൽ ലൈഫ് ആൻഡ് ഹിസ്റ്ററി, അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ദെൻ ഐ എം മൂവിങ് ടു മേജർ സിമ്പിൾസ്. ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് ഷൂസാണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഇൻഎവിറ്റബിൾ ഡീക്കേയിങ് ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ്. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഇനി ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഷൂസ് എന്ന് പറയുന്നത്, ഷൂസ് എന്താ പറയുക, ഇങ്ങനെ ടാറ്റേഡ് ആയെന്നുള്ളതും ഒക്കെ കാണിക്കുന്നത് ഡീക്കേയിങ് ഓഫ് ലൈഫാണ്. അതായത് നമ്മുടെ ജീവിതം ഇങ്ങനെ ഡീക്കേയിങ് ആണ്, ജീർണിച്ച അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു മെറ്റഫർ തന്നെയാണ് ആ ഷൂസ് എന്ന് പറയുന്നത്. ആൻഡ് കോബ്ലർ ആൻഡ് ഹിസ് വർക്ക് റെപ്രസെൻറ്റ്സ് ദ ലൈഫ് ചലഞ്ചസ്, സ്റ്റേയിങ് സ്ട്രോങ്ങർ ആൻഡ് ഓവർകമ്മിങ് പ്രോബ്ലംസ്. അതായത് ഈ ഇരിക്കുന്ന കോബ്ലർ എന്ന് പറയുന്ന ആൾ നമ്മളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ചലഞ്ചസ് തന്നെയാണ്. നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മളത് വളരെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ വി ഷുഡ് ഓവർകം പ്രോബ്ലംസ് ആൻഡ് വി ഷുഡ് ലേൺ ഹൗ ടു ഓവർകം ചലഞ്ചസ്. ലൈഫിൽ എന്ത് ചലഞ്ചസും പ്രോബ്ലംസും ഒക്കെ വന്നാലും വി ഷുഡ് ബി ബോൾഡ് എനഫ് ടു ഫേസ് എവറിത്തിങ്. അപ്പം അതാണ് പോയിറ്റ് നമ്മളിലേക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. So I think the poem is very clear to you. So that is the end of the video.
Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.